ആസിഫ് അലിയുടെ രേഖാചിത്രം 75 കോടിയും കടന്ന് ബോക്സ് ഓഫീസിൽ കുതിക്കുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം 75 കോടി ക്ലബിലേക്ക്. 25 ദിവസങ്ങൾ കൊണ്ടാണ് സിനിമ ഈ നേട്ടം കൈവരിച്ചത്. സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ബോക്സ് ഓഫീസിൽ 75 കോടി നേടിയ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം ആസിഫ് അലിയുടെ കരിയറിലെ രണ്ടാമത്തെ 50 കോടി നേട്ടമാണ് രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോ, രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥ തയ്യാറാക്കിയത്. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തിരക്കഥ തന്നെയാണ് ചിത്രത്തിന്റെ മറ്റൊരു വിജയ ഘടകം. ജോഫിൻ ടി ചാക്കോയുടെ സംവിധാന മികവും അപ്പു പ്രഭാകറിന്റെ ഛായാഗ്രഹണവും മുജീബ് മജീദിന്റെ സംഗീതവും പ്രത്യേകം പ്രശംസനീയം അർഹിക്കുന്നുണ്ട്. മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, ഭാമ അരുൺ, സിദ്ദിഖ്, ജഗദീഷ്, സായ്കുമാർ, ശ്രീകാന്ത് മുരളി, ഉണ്ണി ലാലു, നിശാന്ത് സാഗർ, പ്രേം പ്രകാശ്, സുധി കോപ്പ, നന്ദു, വിജയ് മേനോൻ, ഷാജു ശ്രീധർ, മേഘ തോമസ് തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. കാവ്യ ഫിലിംസ് കമ്പനി, ആൻ മെഗാ മീഡിയ എന്നിവയുടെ ബാനറുകളിൽ വേണു കുന്നപ്പള്ളിയാണ് രേഖാചിത്രം നിർമ്മിച്ചത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരു പിടി നല്ല സിനിമകൾ നിർമ്മിച്ച് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് കാവ്യ ഫിലിംസ് കമ്പനി. 2018-ന്റെയും മാളികപ്പുറത്തിന്റെയും വൻ വിജയത്തിന് ശേഷം കാവ്യ ഫിലിംസ് കമ്പനി, ആൻ മെഗാ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പള്ളി നിർമ്മിച്ച സിനിമയാണ് രേഖാചിത്രം.